കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു അലകടലും. കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു കുളിർചന്ദ്രികയും. താരാപഥവും കുളിർചന്ദ്രികയും താരാപഥവും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. ലോകമോഹത്തിൻ മായാവലയം നശ്വരമാം മരീചികയല്ലേ. ഈ ലോകമോഹത്തിൻ മായാവലയം മരീചികയല്ലേ. മൃതമാമെന്ന സ്വരമല്ലേ അല്ലേ. ആനന്ദനീലാകാശവിധാനം അത്യുന്നതാമി കരവിരുതല്ലേ. ആനന്ദനീലാകാശവിധാനം കന്യാതനയാ കരവിരുതല്ലേ. അനന്യസുന്ദരമീ മഹീതലം അത്യുന്നതാനിൻ വരദാനമല്ലേ അല്ലേ. അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. അലകടലും കുളിരലയും മലനിരയും നാഥനെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. മനോഹരമായ ഈ ദിവസത്തിന്റെ ഈ സന്ധ്യയായി തീരുന്ന ഈ സമയം തിരുവനന്തപുരം കോവളം ബീച്ചിന്റെ കരയിലായിരിക്കുന്ന എന്റെ എല്ലാ സഹോദരീ സഹോദരന്മാരെയും മനോഹരമായ ഈ സന്ധ്യാസമയത്ത് സ്വർഗത്തിന്റെ ഗ്രീറ്റിംഗ്സ് നിങ്ങളെ അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് സമാധാനവും സന്തോഷവും തരുന്ന സമാധാനത്തിന്റെ ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുവാനാണ് ഇപ്പോൾ ഈ ടീം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്.
വിശുദ്ധ ബൈബിളിൽ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രാജത്വത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്കും സാക്ഷ്യമായി ലോകത്തിന്റെ അതിർത്തികളോളം അറിയിക്കപ്പെടും. അതോടെ അവസാനം. ഈ യുഗം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്താണ് ഈ രാജത്വത്തിന്റെ സുവിശേഷം? പ്രിയരെ, സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവായ, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളോടുകൂടെ ജീവിക്കുവാൻ കടന്നു വരുന്നു എന്നറിയിക്കുന്ന സന്ദേശമാണിത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം? വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള ദേശമൊക്കെയും മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും ഇരിക്കുന്ന ദേശമൊക്കെയും വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം കണ്ടു എന്ന് പറയുന്നതിന്റെ തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ്: അന്നു മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെടുക എന്ന് പ്രസംഗിച്ചു തുടങ്ങി. മരണത്തിന്റെ നിഴലിന്റെ താഴ്വരയിലിരിക്കുന്ന ജനം, മരണദേശത്തിലായിരിക്കുന്ന ജനം, ആ ജനത്തിന് ഉദിച്ച പ്രകാശമാണ് യേശുക്രിസ്തുവിലൂടെയുള്ള ആ സന്ദേശം. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ ഈ ഭൂമിക്ക് ഒരു ഇരട്ടപ്പേരിട്ടിരിക്കുകയാണ്: മരണത്തിന്റെ ദേശം. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് പകരം പല ഇരട്ടപ്പേരിടും. എന്നാൽ ദൈവം ഭൂമിക്കിട്ടിരിക്കുന്ന ഒരു ഇരട്ടപ്പേരാണ് മരണത്തിന്റെ ദേശം. ആ മരണത്തിന്റെ ദേശത്ത് ഇതാ ഒരു നിഴലിന്റെ കീഴിലാണ് നമ്മൾ പാർക്കുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു. പലപ്പോഴും ചൂടുള്ള ദിവസം ഒരു മരത്തിന്റെ തണലിൽ, മരത്തിന്റെ നിഴലിൽ, അല്ല എങ്കിൽ ഇതാ ഒരു മേഘം കടന്നു വരുമ്പോൾ മേഘത്തിന്റെ ആ തണലിരിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാനും നിങ്ങളും അറിയാതെ നമ്മൾ ആയിരിക്കുന്ന നിഴലെന്ന് പറയുന്നത് മരണത്തിന്റെ നിഴലാണ്. മരണത്തിന്റെ മേഘമാണ് ഈ ഭൂമിയുടെ മുകളിലായിരിക്കുന്നത്. മരണത്തിന്റെ ദേശത്തായിരിക്കുന്ന നമുക്കുള്ള സന്തോഷ വാർത്തയാണ്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മളുടെ ദൈവം നമ്മളോടുകൂടെ പാർക്കുവാൻ കടന്നു വരികയാണ്. വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. ദൈവം മനുഷ്യരോടുകൂടെ പാർക്കുന്ന ആ നിയമമാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാനായി പാപത്തിന്റെ ശമ്പളം മരണം അനുഭവിക്കുന്ന നമുക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മളെ മരണത്തിന് വിടുവിക്കുവാൻ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂസിൽ യാഗമാക്കി നൽകി. എന്തിനാണ്? നമ്മളെ മരണമെന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചെടുത്ത് താനുമായി ഒരു കുടുംബ ജീവിതം നയിക്കുവാൻ, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാൻ, അങ്ങനെ മരണമുള്ള മനുഷ്യനും മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളാകുവാൻ തന്റെ പുത്രനായ ക്രിസ്തുവിനെ പാപത്തിന്റെ ശമ്പളമായി കാൽവരി ക്രൂസിൽ യാഗമാക്കി. പ്രിയ സഹോദര സഹോദരി, ദൈവത്തോടുകൂടെ ജീവിക്കുവാൻ ദൈവം അറിയിക്കുന്ന ഇൻവിറ്റേഷനാണ് സുവിശേഷം. സ്വർഗീയ പിതാവിനോടുകൂടെ ക്രിസ്തുവിൽ ജീവിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും അതിനായി ഈ കോവളം ബീച്ചിൽ സന്തോഷിച്ചായിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും ഈ ഹെവൻലി ഇൻവിറ്റേഷൻ തരുവാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന് പകരം സ്ഥാനപതികളായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്: ദൈവത്തോടൊന്നാകുവേ, ദൈവിക കുടുംബത്തോടൊന്നാകുവേ. എങ്ങനെ? യേശു ക്രിസ്തുവിലൂടെ.
ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇതാ യേശുക്രിസ്തു മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഇതാ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്നെ പുതിയ സൃഷ്ടിയാക്കിയെന്ന് ആ ദൈവ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം യേശു എന്ന ദൈവപുത്രനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് യേശുവിനെ വാഗൊണ്ട് ഏറ്റുപറയുന്ന ഏവന് രക്ഷിക്കപ്പെടുമെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഈ സന്ദേശപ്രകാരം യേശുവിനെ ഹൃദയം കൊണ്ട് കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ച് യേശുവിനെ അനുസരിച്ച് കടന്നു വരുവാൻ നിങ്ങളേവരെയും ഓർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഞങ്ങളിതാ ഈ സന്ദേശം അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ ഈ സാക്ഷ്യവചനം നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാ സ്വർഗത്തിലെ ദൈവം ഈ സാക്ഷ്യം നിങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ കോവളത്ത് കടന്നു വരുവാൻ രാജത്വത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷ്യമായി തീരുവാൻ അങ്ങ് തന്ന നല്ല അവസരത്തിനായി നന്ദി. ഈ ദേശവാസികൾക്കായി ഇവിടെ ഉള്ളവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ തലമുറകൾക്കായി ഇവരുടെ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹ വിഷയമായി തീരുവാൻ സഹായിക്കണമേ. സർവമഹത്വ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഈ ദേശത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. സർവമഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു.